കാഞ്ഞിരപ്പള്ളി പാർത്തോട് പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനമൊഴിഞ്ഞ് LDF. CPI അംഗം സരിത പ്രസാദാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ രാജിവെച്ചത്. പാർത്തോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി LDFനും UDFനും തുല്യ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ 5 അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ ഇവരെ കൂടാതെ SDPIക്ക് ഒരു അംഗവും ഉണ്ടായിരുന്നു. ഈ അംഗമാണ് ചൊവ്വാഴ്ച നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണച്ചത്. CPIയുടെ സരിത പ്രസാദ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഉടൻ തന്നെ ഇവർ രാജി സമർപ്പിക്കുകയായിരുന്നു. സരിതയെ കൂടാതെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ CPMലെ മാർട്ടിൻ തോമസാണ് LDF പ്രതിനിധിയായി ഉൾപ്പെട്ടിരുന്നത്. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് SDPI പിന്തുണയിൽ ലഭിച്ച അധ്യക്ഷ സ്ഥാനം ഒഴിയുവാൻ തീരുമാനിച്ചതെന്ന് LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. രാജിവെക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും. രാഷ്ട്രീയ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനത്തിലാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിലുള്ള പ്രത്യുപകാരമായാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് LDFന് വോട്ട് ചെയ്തതെന്ന് SDPI അംഗം സുമിന അലിയാരും പറഞ്ഞു. എന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് തിരഞ്ഞെടുത്തത് LDFകാരാണ്. അപ്പോൾ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിൽക്കുന്ന സമയത്ത് അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അവർ വേണോ വേണ്ടോന്ന് അവർ തീരുമാനിക്കുക. ഞാൻ പ്രാദേശികമായിട്ട് എന്താണ് ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ മുന്നിൽ. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ പഞ്ചായത്തിനകത്ത് ഒരു നീക്കുപോക്കുണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ട് എന്നുള്ളതെന്ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വേണം, നിർബന്ധമാണ്. അത് വനിതകൾക്കേ പറ്റത്തുള്ളൂ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതകൾക്കേ പറ്റത്തുള്ളൂ. അത് എന്നെ തിരഞ്ഞെടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് സരിതയ്ക്ക് ഞാൻ വോട്ട് ചെയ്തു. UDFകാർ നമ്മളോടൊന്നുമായിട്ട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുമായിട്ട് ടച്ച് ചെയ്യില്ല. അവരത് നമ്മൾ ഉൾക്കൊണ്ടില്ല. എനിക്ക് വോട്ട് ചെയ്തത് ആരാണോ അവർക്ക് ഞാൻ തിരിച്ചു വോട്ട് ചെയ്തു. അതെന്താണോ അന്നപ്പോഴത്തെ സാഹചര്യം അതുപോലെ ചെയ്യും. വ്യക്തിപരമായ തീരുമാനം. അത് നമ്മൾ ആരാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അവർക്ക് തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ 3 അംഗങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ 2ഉം അത് 3 കൂടി 5 അംഗങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ ഞാൻ അങ്ങോട്ട് ചെയ്തു പോകും. ഇത് LDFന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള യോജിപ്പായി കണക്കാക്കേണ്ടത് ഇല്ലെന്നും ഇവർ അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സരിത രാജിക്കത്ത് നൽകിയത്. രാജി സ്വീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ വിവരം വരണാധികാരിയെ അറിയിക്കും. തുടർന്നായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഫെസ്റ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.